ഹലോ ഗെയ്സ്, ഇതിൻ്റെ ഈ വണ്ടിയുടെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഇതിനകത്ത് ഷീറ്റ് ഇടുന്ന കാര്യം പറഞ്ഞിരുന്നു. ഇതിനകത്ത് തകിടിടുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ പൊഴിക്കുള്ളിൽ അതിൻ്റെ കനത്തിനും അതിൻ്റെ വീതിക്കനുസരിച്ചും റീപ്പറുകൾ കട്ട് ചെയ്തിടും. അതിനു മുമ്പായിട്ട് ഗ്രീസ് നല്ലവണ്ണം ആ പൊഴിയിൽ തേച്ചതിന് ശേഷമാണ് റീപ്പർ ഇടുന്നത്. അല്ലെങ്കിൽ അതിനകത്ത് വെള്ളം യാദൃശ്ചികവശാൽ അതിനകത്ത് വെള്ളം എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ആ തകിട് തുരുമ്പിക്കാതിരിക്കാനാണ് ഗ്രീസ് ഇടുന്നത്. മിക്കവാറും പേര് അറക്കപ്പൊടിയും ഗ്രീസും കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത്. അങ്ങനെ ഇട്ടാനുള്ള ദോഷം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തടിയോ മറ്റോ ലോഡ് കയറ്റുമ്പോൾ അതിനകത്ത് തടിയുടെ മൂലഭാഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം യാദൃശ്ചികവശാൽ ഇതിനകത്ത് നല്ലോണം വീണ് കഴിഞ്ഞാൽ ഈ ഗ്രീസിൻ്റെ വശം ഗ്രീസും അറക്കപ്പൊടിയും ഇരിക്കുന്ന ഭാഗം കൊണ്ടൊന്ന് കുഴിയും, തകിട് കുഴിഞ്ഞു പോകും. റീപ്പർ ഇട്ടാൽ അത്രയും വിഷയം വരത്തില്ല. പിന്നെ അതുകൂടാതെ പ്ലൈവുഡ് ഇട്ടാലും മതി, കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് 8x4 ഷീറ്റാണ് വരുന്നത്. അത് നമുക്ക് ഒറ്റ വീതി കിട്ടാത്തത് കൊണ്ട് ചെറിയ ഒരടി പീസും കൂടെ ഇടേണ്ടി വരും. അതാണ് ഇവിടെ കാണിക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം തകിടിൻ്റെ ചുളുക്ക് എല്ലാം വലിച്ചു പിഴിച്ച് വെൽഡിങ് സ്പോട്ടിങ് ചെയ്യണം. അപ്പോൾ തകിടിൻ്റെ ആ പ്ലാറ്റ്ഫോമിൻ്റെ അടിയങ്ങ് മാറും. അല്ലെങ്കിൽ ഇതെല്ലാം വള്ളം പോലെ പ്ലാറ്റ്ഫോം കിടന്ന് തകിട് ഭയങ്കര പൊളച്ചിലായിരിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ മറ്റുള്ള വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.